സീറോ മലബാർ സഭയുടെ പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റിൻ്റെ ലോഗോയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരം. പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റിൻ്റെ ലോഗോ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവദിച്ചു നൽകി. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റ് സെക്രട്ടറി സാബു ജോസ് ഞങ്ങളുടെ പ്രതിനിധി റോജി ഇലവനാങ്കുഴിയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. സാബു ജോസ് സാറാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ ചേരുന്നത്. ഡിസംബർ 7 എന്ന് പറയുന്നത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് മുഴുവനായും വളരെ മനോഹരമായ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സുദിനമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. വത്തിക്കാനിൽ പോവുക അല്ലെങ്കിൽ റോമിൽ പോവുക എന്ന് പറയുന്നത് ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വസ്തുതകൾ തന്നെയാണ്. എന്തായാലും അദ്ദേഹമാണ് നമ്മളോട് കൂടെ ചേരുന്നത്. നമസ്കാരം സാബു സാർ. കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെത്തുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. വത്തിക്കാനിലേക്ക് പോയപ്പോഴുണ്ടായ കാര്യങ്ങളും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഷെക്കീന ന്യൂസുമായി ഒന്ന് പങ്കുവെക്കാമോ? താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്. ഷെക്കീന TV ഈ നിയുക്ത നമ്മുടെ കർദിനാൾ ജോർജ് ജേക്കബ് കോക്കാട്ട് പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം വളരെ മനോഹരമായി ലൈവായി കൊടുത്തത് ഞങ്ങളവിടെ കാണുകയായിരുന്നു. ഒത്തിരി സന്തോഷവും നന്ദി അർപ്പിക്കുക. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോയ പ്രവാസി അപ്പോസ്റ്റലേറ്റിൻ്റെ 5 അച്ഛന്മാരോട് ഒരുമിച്ച് പോകാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഏറെ സന്തോഷം നൽകിയത് ഞങ്ങൾ വത്തിക്കാനിൽ മാത്രമല്ല CCയിലും പാദുവിലും ഒക്കെ സന്ദർശിക്കാനും നിരവധി ബസലിക്കകൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കാനും ഭക്തവസ്തുക്കൾ വെഞ്ചരിച്ചു വാങ്ങാനും ഒക്കെ സാധിച്ചത് ജീവിതത്തിലെ വലിയ അനുഭവമാണ്. നിരവധി സ്ഥലങ്ങളിലെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ കൂടെയുള്ള വൈദികർ അർപ്പിച്ചു. അതൊക്കെ ഏറെ സന്തോഷമാണ്. ഇപ്പം മാർപ്പാപ്പയെ കണ്ടതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവിസ്മരണീയ അനുഭവം. ഇപ്പം 21 കർദിനാൾമാർ സ്ഥാനാരോഹണം നടത്തി. അതിന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒന്നാണ് കൂവക്കാട് പിതാവിൻ്റെ സ്ഥാനാരോഹണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളക്കാർ അല്ലെങ്കിൽ മലയാളികൾ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു നിമിഷം തന്നെയാണിത്. ആ സമയത്തെ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ 5-ാം തീയതി പോയി, 6-ാം തീയതി അവിടെ എത്തി. ബസലിക്ക, നമ്മുടെ പ്രധാനപ്പെട്ട ബസലിക്കകളൊക്കെ കണ്ടു. അച്ഛന്മാരൊക്കെ നേതൃത്വം നൽകി. എന്നാൽ മാർപ്പാപ്പയെ കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഈ ടീമിനോട് പറഞ്ഞിരുന്നില്ല അച്ഛന്മാർ. കൂവക്കാട്ട് പിതാവിൻ്റെ കുടുംബാംഗങ്ങളടക്കം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു മുൻകൂട്ടി സാധ്യത ആർക്കും വാഗ്ദാനം ചെയ്തിരുന്നില്ല. 7-ാം തീയതി രാവിലെ ഞങ്ങളുടെ ടീമിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ടെജി അച്ഛൻ എല്ലാവരും വരിക, നമുക്ക് മ്യൂസിയം കാണാൻ പോകുന്നതാണ് തലേദിവസം വരെ പറയുന്നത്. ആ രാവിലെ പിതാവ് നമ്മളെ കാണാനായിട്ട് നമുക്കൊരു സമയം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്ഭുതകരമെന്ന് വന്നിട്ട് പാപ്പയെ കാണാൻ കഴിഞ്ഞു എന്ന് കരുതി പലരും പലതും കൊണ്ടുപോയിരുന്നു. ഞാൻ കൊണ്ടുപോയതാണ് ഈ സീറോ മലബാർ സഭയുടെ പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റിൻ്റെ മനോഹരമായ ഒരു ലോഗോ ആയിട്ടാണ് ഞാൻ പോയത്. ആശീർവദിക്കപ്പെട്ട ലോഗോയാണ്. ഇതിന് ഫ്രെയിം ചെയ്ത് മൗണ്ട് സെൻറ് തോമസ് സൂക്ഷിക്കും. അപ്പോൾ അന്ന് പോയവരെല്ലാം തന്നെ അച്ഛന്മാർ ഇലക്കമാല, എൻ്റെ കൂടെ വന്ന അഗസ്റ്റിൻ സാറ് ഒരു ആനയുടെ രൂപം, ബേബി ചേട്ടൻ മറ്റൊന്ന്, അവിടുത്തെ ഏഞ്ചൽസ് വാലിയുടെ മനോഹരമായ രൂപം, കുട്ടികളുടെ സമ്മാനം, അങ്ങനെ 10 കന്യാകുമാരുടെ കഥ പറയുന്നവർ, ഒരുക്കി പോയവർ, അവസരം കിട്ടിയാൽ കൊടുക്കാൻ ആഗ്രഹിച്ചവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു, ആശീർവദിച്ച് വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ ലഭിച്ചു. ഞാൻ വിവിധ നിയോഗങ്ങൾ എഴുതിയ കുറിപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഭക്തവസ്തുക്കളുണ്ടായിരുന്നു, അതൊക്കെ ആശീർവദിച്ച് കിട്ടി. ഞാൻ അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ പതാകയുമായിട്ടാണ് പോയത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അഭിമന്യ ജോർജ് കൂവക്കാട്ട് പിതാവിനെ നമുക്ക് ലഭിച്ചത്, ഈ കർദിനാളെ ലഭിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു അഭിമാനം, സന്തോഷം മാർപ്പാപ്പയെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. ഞാൻ ഈ ലോഗോയോടൊപ്പം തന്നെ ചിത്രത്തിൽ കാണാം, അവിടെ നമ്മുടെ പതാകയുണ്ട്. ഇന്ത്യയുടെ സന്തോഷം, അഭിമാനം അറിയിക്കുന്നു. ഒപ്പം തന്നെ പരിശുദ്ധാവ് ഇന്ത്യയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിതാവ് ആശീർവാദത്തിലൂടെ ഈ രാജ്യത്തെ മുഴുവൻ, ദേശീയ പതാകയാണല്ലോ രാജ്യത്തിൻ്റെ പ്രതീകം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഗ്രഹം പിതാവ് ഇന്ത്യയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് വർദ്ധിച്ചു. തീർച്ചയായിട്ടും പിതാവ് വരുമ്പോൾ ഈ പതാക പിതാവിന് വീണ്ടും സമ്മാനമായി നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഷാള് അണിയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഷാള് അപ്പോൾ ഷാള് നേരിട്ട് അണിയിക്കേണ്ട, കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഷാള് കൊടുക്കാൻ പറ്റിയില്ല, എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും വത്തിക്കാനിലും റോമിലും ഒക്കെ സഞ്ചരിക്കുകയുണ്ടായി. ഏതെല്ലാം സ്ഥലങ്ങളിലാണ് സഞ്ചരിച്ചത്? പ്രധാനമായും ഈ പത്രോസ് ലീഗയുടെയും പൗലോസ് ലീഗയുടെയും ഒക്കെ ബസിലിക്കകൾ, അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കാറ്റക്കൊമ്പ് 5 ലക്ഷത്തോളം ക്രൈസ്തവരെ രക്തസാക്ഷികളായ അടക്കം ചെയ്ത ഒരു വലിയ 4 നില കുടീരം, അതിൻ്റെ താഴെ അവിടെ ആണ് ഞങ്ങൾക്ക് 16 മാർപ്പാപ്പമാരെ സംസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു അനുഭവമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു. കാരണം 31 പേര്, 5 അച്ഛന്മാർ, അവർ തന്നെ നല്ല തണുപ്പ്, വിറയ്ക്കുന്ന തണുപ്പ്, ഒരുപാട് മിരിട്ട്,
7:30 അവിടെ അർപ്പിച്ച കുർബാന, പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പരിശുദ്ധപിതാവ് അർപ്പിച്ച ദിവ്യബലി, അതിനോടൊപ്പം 21 കർദിനാൾമാർ, മുഴുവൻ കർദിനാൾമാരും, നമ്മുടെ ആലഞ്ചേരി പിതാവും ക്ലെമീസ് പിതാവും തട്ടിൽ പിതാവും അങ്ങനെ ഇവിടുന്ന് പോയ പിതാക്കന്മാരൊക്കെയുള്ള ബസിലിക്കയിൽ, പത്രോസ്ലിഗയുടെ ബസിലിക്കയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് വീണ്ടും സാധിച്ചു. പണ്ട് ചാവറ പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചപ്പം ആ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. അന്ന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടിയില്ല. അപ്പം പള്ളിയല്ല, വത്തിക്കാൻ സ്ക്വയർ നിറഞ്ഞു കവിഞ്ഞ ജനത്തിന് സാക്ഷിയാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ വിശുദ്ധ കുർബാന 2-ാം ദിവസം നടന്നു. പിന്നെ ഞങ്ങൾ അസീസിയിലും പാതുവയിലും പോയി. അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരും, എനിക്ക് ഷെക്കീനയുടെ പ്രേക്ഷിത പ്രവർത്തകരോടും പ്രേക്ഷകരോടും നേർന്നു നൽകുന്നവരോടൊക്കെ ഒരു അപേക്ഷ, എല്ലാവരും പോകണം. അവിടെ വലിയ സമ്മേളനം തന്നെ ജൂബിലി വർഷം നടക്കണം. കാരണം നമ്മൾ സജീവമാണ്, മലയാളികൾ മുഴുവൻ ശക്തരാണ്, അത് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ 21 കർദിനാൾമാരുടെ സ്ഥാനാരോഹണം നടന്നു. എനിക്ക് തോന്നുന്നു മലയാളികളാണ് ഏറ്റവും കൂടുതൽ വന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതെ പ്രിയപ്പെട്ട റോജി, അത് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചത് മറ്റ് 20 കർദിനാൾമാരുടെ ദേശത്തുനിന്നും ഒരുപക്ഷെ നാമമാത്രമായ ആൾക്കാരായിരിക്കും വന്നിരിക്കുക. പക്ഷേ അവിടെ മലയാളികളായ കേരളത്തിൽ നിന്നുള്ള വിവിധ റീത്തികളിൽ നിന്നുള്ള മുഴുവൻ മലയാളികളും, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്നിരുന്നു. അവിടെ മാർപ്പാപ്പയെ കാണാൻ കഴിയാത്ത ദുഃഖം ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളും വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മുഴുവൻ സമയവും പാപ്പ ഇരുന്ന് തന്നു, കേട്ടു, അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. ഒരു തിരക്കുമില്ലായിരുന്നു. എത്ര ഹൃദ്യമായ അനുഭവം. ആൾക്കാർക്ക് പോകാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മലയാളികൾ അവിടെ ഇറ്റലിയിലും മറ്റു വിദേശങ്ങളിലുള്ളവരൊക്കെ പാപ്പയെ കണ്ടില്ലെങ്കിലും ആ സ്ക്വയറിൽ വന്നു. മറ്റ് സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് എനിക്ക് നമുക്കുള്ള ഈ ആവേശവും വലിയ ആത്മാർത്ഥത ഞാൻ പറയുന്നില്ല. അപ്പം ഇപ്രകാരമുള്ള സഭയെ സജീവമാക്കാൻ തീർച്ചയായിട്ടും കഴിയുക മലയാളികൾക്കാണ്. അപ്പം ഒത്തിരി ആവേശവും സന്തോഷമാണ് പോയവർക്കുള്ളത്, അത് കണ്ടവർക്കുള്ളത്. എന്നെ സംബന്ധിച്ചോളം വലിയ ജീവൻ്റെ സംരക്ഷണത്തിൻ്റെ ലോഗോ പരിശുദ്ധ പിതാവ് സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട്, പിതാവ് അഭിനന്ദിച്ചുകൊണ്ടാണ് ആ ലോഗോ ആശീർവദിച്ച് നൽകിയത്. ഒത്തിരി സന്തോഷമുണ്ട്. പരിശുദ്ധ പിതാവ് പങ്കെടുത്ത ഞങ്ങൾക്ക് ക്രിസ്മസ് കാർഡ് നൽകിയിരുന്നു. ഞാനത് ഷെക്കീനയ്ക്ക് തരുന്നുണ്ട്. ഇതാണ് ആ ക്രിസ്മസ് കാർഡ്. പിതാവിൻ്റെ ഒപ്പിട്ട കാർഡ് കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടിയവർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞത്, ഞങ്ങളൊക്കെ പോയ സ്ഥലങ്ങളിലൊക്കെ ഭക്തവസ്തുക്കൾ ആശീർവദിച്ച് വാങ്ങി. അന്തോണീസ് പുണ്യവാളൻ്റെ അവിടെ നിന്നും, അസീസി പുണ്യവാളൻ്റെ, അതുപോലെ ക്ലാര പുണ്യവതിയുടെ ദേവാലയത്തിൽ വിശുദ്ധബലി അർപ്പിച്ചു. കാർലോ പുണ്യവാൻ്റെ പള്ളിയിൽ പോയി. ഈ കുറഞ്ഞ ദിവസം 4-5 ദിവസം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ അവിസ്മരണീയമായ നിരവധി ആധ്യാത്മിക അനുഭവത്തിലൂടെയാണ് കടന്നു പോകാൻ സാധിച്ചത്. അത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. ആ വിശുദ്ധരുടെ തീഷ്ണത നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ഭക്തവസ്തുക്കൾ വെഞ്ചരിച്ച് നൽകിയതൊക്കെ, ആ തിരികൾ കത്തിക്കാൻ പലരും തിരി കൊണ്ടുപോയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. പലരും വളരെ ആഹ്ലാദത്തിലും അഭിനന്ദനത്തിലും സന്തോഷത്തിലാണ്. ചങ്ങനാശ്ശേരി പ്രവാസി അപ്പോസ്തലരുടെ ലോകത്ത് വലിയ മാതൃക പ്രവർത്തനം നടത്തട്ടെ. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ കൂടെ സാബു സാറാണ് വത്തിക്കാനിലെ വിശേഷങ്ങൾ എല്ലാം പറഞ്ഞത്. ക്യാമറമാൻ ജോയലിനൊപ്പം റോജി ഇലവനാങ്കുഴി, ഷെക്കൈന ന്യൂസ്, കൊച്ചി.